വനിതാ പഞ്ചായത്ത് അംഗത്തിന്റെ വീട് ആക്രമിക്കുകയും കഴുത്തിൽ വാൾ വച്ച് വധഭീഷണി മുഴക്കുകയും ചെയ്ത സംഭവത്തിൽ മുഖ്യപ്രതി അറസ്റ്റിൽ. 2022 കാപ്പ കേസിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയ ഗുണ്ട മാറനല്ലൂർ അന്തിയൂർക്കോണം കുന്നുംപുറം MR സദനത്തിൽ M ഹേമന്തിനെയാണ് മലയങ്കിഴ് SHO രാകേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ശാന്തുമൂല നിന്നും ബുധനാഴ്ച വൈകിട്ട് പോലീസ് പിടികൂടിയത്. 13ഓളം കേസുകളിൽ പ്രതിയാണ് ഇയാളെന്നും നിലവിലെ കേസിന്റെ പശ്ചാത്തലത്തിൽ ഇയാൾക്കെതിരെ തുടർന്നും കാപ്പ ചുമത്തുമെന്നും പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് മലയങ്കിഴ് പഞ്ചായത്ത് അണപ്പാട് വാർഡംഗമായ ചന്ദ്രലേഖയുടെ കുഴുമത്തെ വീട്ടിൽ ആക്രമണം നടത്തിയത്. ഉച്ചയോടെ വീട്ടിൽ ബൈക്കിലെത്തിയ 3 അംഗ സംഘം വാൾ വീശി ഭീകരാന്തരീക്ഷമുണ്ടാക്കുകയും വീട്ടിലെ ഉപകരണങ്ങൾ വലിച്ചെറിഞ്ഞ് മുൻവശത്തെ ജനൽ ഗ്ലാസ് തകർക്കുകയും ചെയ്തു. ഈ സമയം വീട്ടിൽ തനിച്ചായിരുന്ന ചന്ദ്രലേഖയുടെ കഴുത്തിൽ വാൾ വച്ച് വധഭീഷണി മുഴക്കി വസ്ത്രങ്ങൾ കീറുകയും ചെയ്തു. ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട സംഭവമാണ് ആക്രമണത്തിന് ഇടയാക്കിയത്. കേസിൽ അക്രമി സംഘത്തിൽ ഉൾപ്പെട്ട വി പ്രമോദ് എന്നയാളെ കഴിഞ്ഞ ദിവസം മലയങ്കിഴ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പ്രധാന പ്രതിയായ ഹേമന്തിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ BJP കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ മാർച്ചും ധർണയും നടത്തി. സംഭവിച്ചത് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി 1:30-2 മണിയോടുകൂടി എൻ്റെ വീട്ടിലേക്ക് 3 അംഗ സംഘം ഗുണ്ടാ സംഘം വരികയും എന്നെ വടിവാൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി എൻ്റെ കഴുത്തിന് പിടിച്ച് കൊല്ലുന്ന രീതിയിൽ എന്നെ വധിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിന് എൻ്റെ മോനെ അന്വേഷിച്ചാണ് അവർ വന്നത്. അതിന് ആസ്പദമായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഏപ്രിൽ 8-ാം തീയതി മലയങ്കിഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് ഉത്സവം നടക്കുകയായിരുന്നു. 8-ാം തീയതി ഗാനമേള സമയത്ത് എൻ്റെ മോളും എൻ്റെ ചേട്ടൻ്റെ മോൻ്റെ ഭാര്യയും കൂടി അവിടെ ഡാൻസ് കളിക്കണ്ടേ, അത് ചെയ്യരുത് എന്ന് എൻ്റെ മോൻ വിലക്കിയിരുന്നു. വീഡിയോ എടുക്കുന്നത് വിലക്കിയിരുന്നു. ഹേമന്ത് എന്ന് പറയുന്ന ഗുണ്ട അവിടെ വീഡിയോ എടുത്തിരുന്നു. അവർ ഡാൻസ് കളിക്കുന്ന വീഡിയോ എടുക്കരുതെന്ന് കൃത്യമായി പറഞ്ഞിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് അവൻ വീണ്ടും വീഡിയോ എടുത്തതിനെ തുടർന്ന് അത് ചോദ്യം ചെയ്തിരുന്നു. അത് നാട്ടുകാരുൾപ്പെടെ അതിൽ നിന്ന് ഹേമന്തിനെ പറഞ്ഞു വിലക്കിയിരുന്നു. ഈ ഒരു സംഭവത്തിനെ തുടർന്നാണ് ആസ്പദമായിട്ടാണ് ഇന്ന് ഇത്തരത്തിലൊരു ആക്രമണം നടന്നത്.